ഹോളി ആഘോഷങ്ങൾക്കിടെ ബംഗളൂരുവിൽ കൂട്ടക്കൊല. ബീഹാറിൽ നിന്നുള്ള 3 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഒരു സംഘർഷം അത് കൂട്ടക്കൊലയിലേക്കൊക്കെ കലാശിക്കുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? ഒരു നിർമ്മാണ സൈറ്റിലാണ്, ഒരു കെട്ടിട നിർമ്മാണ സൈറ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 6 പേരാണ്, നിർമ്മാണ തൊഴിലാളികൾ 6 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർ ബീഹാറിൽ നിന്നുള്ള ആളുകളാണ്. ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെ ഇരുന്നവർ മദ്യപിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഒരു സ്ത്രീയെ ചൊല്ലി, ഒരു സ്ത്രീയെക്കുറിച്ച് മോശം പരാമർശം അതിലൊരാൾ നടത്തുകയും അതേക്കുറിച്ച് വാക്കുതർക്കമായി അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന പണിയായുധങ്ങൾ ഉപയോഗിച്ച് നേർക്കുനേർ നിന്ന് പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി. 3 പേർ അവിടെ മരിച്ചു വീണു. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായാണ് കിട്ടിയത്. ഒരുപക്ഷെ പിന്തുടർന്ന് ആക്രമിച്ച് വീഴ്ത്തിയിരിക്കാം എന്നതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഈ ആക്രമിച്ചത് 3 പേരാണ്. അതിൽ ഒരാളെ പരിക്കുകളോടെ പോലീസ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടിയിട്ടുണ്ട്. 2 പേർ ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാവരും മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നതാണ് പോലീസ് പറയുന്നത്. അനുജ, അതാണ്, എങ്ങനെയാണ് ഹോളി ആഘോഷത്തിനിടെ ഒരു കൂട്ടക്കൊല ഉണ്ടായത്? ഒരു പരാമർശം നടത്തുന്നു, അതിനെ തുടർന്നുണ്ടായ സംഘർഷം അതൊരു കൂട്ടക്കൊലയിൽ കലാശിച്ചു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.